ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വിവരങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uoc.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വിദ്യാർത്ഥികൾക്ക് FIUGP 2025-26 ട്രയൽ അലോട്ട്മെൻറ്റ് ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒഫീഷ്യലായിട്ടുള്ള ഡിഗ്രി അഡ്മിഷൻ പേജിലോട്ട് പോകുവാനും ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നില്ല കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ KPIDയും അതേപോലെ തന്നെ സെക്യൂരിറ്റി കീയും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ മറ്റു യൂണിവേഴ്സിറ്റി, അതായത് MG യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതേപോലെ മറ്റു യൂണിവേഴ്സിറ്റിയിലേക്ക്, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് കേരള യൂണിവേഴ്സിറ്റിക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ട്രയൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികളുടെ ജസ്റ്റ് ഒരു സാധ്യത മാത്രമാണ്. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ നിലവിൽ പേയ്മെൻറ്റ് നടത്തുകയോ അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിച്ച് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക അങ്ങനെയുള്ള ഒരു കാര്യം ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാര്യം പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതായത് ജസ്റ്റ് വിദ്യാർത്ഥികൾ ഒരു അഡ്മിഷൻ സാധ്യത മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ഈ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇന്നും നാളെയുമായിട്ട്, അതായത് 18-ാം തീയതി നാളെ വരെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ എഡിറ്റ് ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ കൊടുത്ത കോളേജിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിന് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങൾക്ക് സാധ്യതകൾ, അതായത് നിങ്ങൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതൊക്കെ കൊടുത്ത കോളേജിൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ കിട്ടുവാൻ ചാൻസ് ഇല്ല എങ്കിൽ നിങ്ങൾക്കത് മാറ്റിയിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ഏതെങ്കിലും കോളേജുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് മുന്നോട്ടാക്കുവാനും അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും ഏഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലും വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അത് മാറാനും ചാൻസ് ഉണ്ട്. ഇനി ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല എങ്കിലും വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റോടുകൂടി ഒരുപാട് വിദ്യാർത്ഥികൾ ഏഡ് ഓപ്ഷൻസ് പോയി അല്ലെങ്കിൽ ഇത്തരത്തിൽ എഡിറ്റ് ഓപ്ഷൻസ് പോയി പല കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യാനും ഏഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ ശേഷം വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അഡ്മിഷൻ കിട്ടുവാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം എഡിറ്റ് ഓപ്ഷൻസുമായി നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെ എഡിറ്റ് ഓപ്ഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫൈനലി നിങ്ങൾ വീണ്ടും സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ കൊടുത്ത് നിങ്ങളുടെ ഫൈനൽ PDF നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒന്നും, അതായത് എഡിറ്റ് ഓപ്ഷൻസ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത, അതായത് ഒന്നും ചെയ്യാൻ ആവശ്യമില്ലാത്ത വിദ്യാർത്ഥികൾ ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. മറ്റുള്ള പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കാര്യം ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എഡിറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും 21/6/2025 പ്രസിദ്ധീകരിക്കുക. അപ്പോൾ 21/6/2025 വിദ്യാർത്ഥികളുടെ മുഖ്യ അലോട്ട്മെൻറ്റ്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാലാണ് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടക്കുവാനും അതേപോലെ അഡ്മിഷൻ എടുക്കുകയൊക്കെ ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അത് സമയത്ത് നമ്മുടെ ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ MG യൂണിവേഴ്സിറ്റി ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. കാരണം അഡ്മിഷൻ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു നിശ്ചിത 1-2 സമയം മാത്രമാണ്. ആ സമയത്തിനുള്ള വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് അഡ്മിഷൻ ലഭിക്കുന്നവരുണ്ടായിരിക്കുക. പരമാവധി എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ ത്രൂ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ മറക്കാതെ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി ഇത്തരത്തിൽ വീഡിയോകൾ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഡിസ്മിസ് അവാദരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.